ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 8 മാസമായതേ ഉള്ളൂ ഈ അഷ്കറിൻ്റെ അളിയൻ വീട് വാടകയ്ക്ക് എടുത്തു. അഷ്കർ വന്നിട്ടതിന് ശേഷമാണ് അഷ്കർ വരുന്നത്. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വരുന്നു, ജോലി കഴിഞ്ഞ് വീട്ടിലിറങ്ങി പോകുന്നു. ആ വീട് താഴ്ന്ന പ്രദേശത്താണ്. അപ്പോൾ ആ വീട്ടിലിങ്ങനെ സംഭവം നടക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് ആർക്കും അറിയില്ല. കാര്യം കുടുംബമായിട്ട് താമസിക്കുന്നു, റോഡിൽ ഇറങ്ങി ജംഗ്ഷനിൽ ഇറങ്ങി പ്രശ്നമില്ല, നാട്ടുകാരുമായിട്ട് പ്രശ്നമില്ല, പിന്നെ നാട്ടുകാരുമായിട്ട് സഹകരണമില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അവിടെ ചെറുപ്പക്കാർ ഇപ്പോഴും ഉണ്ട്. ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ 52 മുറിവെന്നാണ്, 98 മുറിവാണ് കൊച്ചിൻ്റെ ശരീരത്തിലുള്ളത്. ചെറുപ്പക്കാരുണ്ട്, ചെറുപ്പക്കാരുടെ രോഷം നിങ്ങൾ കണ്ടതാണ്. ചെറുപ്പക്കാരുടെ രോഷം നിങ്ങൾ 24 അടക്കമുള്ള ചാനലിൽ അവിടെ വന്ന് ചെറുപ്പക്കാരുണ്ടോ, ജെൻസി ഉണ്ടോ, ചെറുപ്പക്കാരുണ്ടോ, അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണം ഇന്ന് കണ്ടതാണ്. പോലീസ് ആ പ്രതിയെ തെളിവെടുപ്പിന് കൊണ്ടുവന്നു, തെളിവെടുപ്പ് പൂർത്തിയാക്കി. പക്ഷേ ഇന്ന് വരെ പ്രതികരിക്കാത്ത ആളുകളടക്കം വളരെ വളരെ ഇതായിട്ടാണ് പ്രതികരിച്ചത്. ചെറുപ്പക്കാരടക്കം വളരെ വാശിയോടെ പ്രതികരണ ശേഷിയില്ലാത്ത ഒരു തലമുറ പോയി എന്ന് പറയുന്നത് ശരിയല്ല. പ്രതികരണശേഷിയുള്ള തലമുറ ഉണ്ട്, പ്രതികരണശേഷിയുള്ള തലമുറ ഇപ്പോഴും ഉണ്ട്. മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത ആളുകളും ഈ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതിൻ്റെ ഒരു നേർസാക്ഷ്യമാണ് നിങ്ങളുടെ ചാനലിൽ അടക്കം വന്ന ഈ പ്രതിക്കെതിരെ. പക്ഷെ അത് നിയമവിരുദ്ധമാണ്, അത് ചെയ്യാൻ പാടില്ല. അത് കണ്ടവർക്ക് സന്തോഷം തോന്നി, എനിക്കടക്കം, ഞാനില്ലെന്ന് പറയുന്നത്, എനിക്കടക്കം സന്തോഷം തോന്നി. ചെയ്തുകൂടാത്തതാണ്, നിയമം കയ്യിലെടുത്ത് കൂടാത്തതാണ്.